ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പരമമായ സത്യം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. പാകപ്പെട്ട ഒരു മനസ്സിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്നാൽ പാകപ്പെടാത്ത ഒരു മനസ്സോ കരിങ്കുരങ്ങിനെ പോലെ എപ്പോഴും ചപലമായിരിക്കും. ആ മനസ്സിൻ്റെ ചാപല്യത്തെ നാം നിർവീര്യമാക്കി അതിനെ ബലവത്താക്കി തീർക്കണം. അതിന് നാം എന്ത് ചെയ്യണം? തപശക്തി നേടാം. മനഃശുദ്ധി നേടാൻ ധനശേഷി വേണ്ട, ധനം ശുദ്ധബോധം. സുഖശാന്തി തീർത്ഥം തളിച്ചന്തരംഗം പരബ്രഹ്മലീനം ജ്വലിക്കട്ടെ മേന്മേൽ. നമ്മുടെ ജീവിതത്തിൽ നാം കൈവരിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ പരമപ്രധാനമായ അവസ്ഥയാണ് ഈ പദ്യശകലങ്ങളിൽ കൂടി നമുക്ക് വിവരിച്ചു തരുന്നത്. തപശക്തി വേണം. എന്താണ് ഈ തപശക്തി? ഏത് പ്രതികൂലങ്ങളെയും സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കാനുള്ള കഴിവാണ് തപശക്തി എന്ന് പറയുന്നത്. ഏത് പ്രതികൂലങ്ങളെയും സമചിത്തതയോടുകൂടി അഭിമുഖീകരിക്കുക. പ്രതികൂലങ്ങളെ കണ്ട് ഒളിച്ചോടുന്നത് ദുർബല മനസ്സാണ്. എന്നാൽ പ്രതികൂലങ്ങളെ നയത്തിൽ കീഴടക്കാനുള്ള കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ വേണ്ടതിലേക്ക് തിരിച്ചു വിടുന്ന ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് വിവേകം. അറിവുണ്ടായാൽ മാത്രം പോരാ, വിവേകം വേണം. ആ കഴിവിനാണ് തപശക്തി എന്ന് പറയുന്നത്. തപശക്തി നേടാം. തപശക്തി നമ്മൾ നേടണം. എന്തിനു വേണ്ടി? മനഃശുദ്ധി നേടാൻ. തപശക്തി നേടുന്നത് എന്തിനാ? മനഃശുദ്ധി കൈവരിക്കാനാണ്. നമ്മുടെ മനസ്സ് ആവണം. ശുദ്ധമായ മനസ്സുകൊണ്ട് മാത്രമേ പരമാത്മദർശനം സാധ്യമാവുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ ഒരു തടാകത്തിനോടാണ് ഉപമിക്കുന്നത്. ഇളക്കവും കലക്കവും, കലക്കം എന്നാൽ അഴുക്ക്, അഴുക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ജലത്തിൽ അല്ലെങ്കിൽ തടാകത്തിൽ നമ്മുടെ ഛായ ഒരിക്കലും പ്രതിഫലിക്കുകയില്ല. ചലനമുണ്ടായാലും പ്രതിഫലിക്കില്ല, കലക്കമുണ്ടായാലും പ്രതിഫലിക്കില്ല. അത് രണ്ടും നീങ്ങിയാൽ, ആ കലക്കമെന്നാൽ അഴുക്ക്, അഴുക്കും നീങ്ങി അതിൻ്റെ ഇളക്കവും നിന്നാൽ അതിൽ നമ്മുടെ ഛായ ഏതിനെയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ആ തടാകത്തിലുണ്ടാകുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സും. മനസ്സിൽ പലതരത്തിലുള്ള ദുഷിച്ച ചിന്തകളാണ് മനസ്സിൻ്റെ കലക്കം. ആ ചിന്തകളാണ് അതിനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കലക്കം എന്ന ആ അഴുക്ക് ദേഷ്യം, പക, അസൂയ, പ്രതികാരം മുതലായ ദുർഗുണങ്ങളാണ് നമ്മുടെ മനസ്സാകുന്ന തടാകത്തിലെ കലക്കം എന്ന് പറയുന്നത്. അതായത് അഴുക്കുകൾ. ഈ അഴുക്കുകളാണ് പലപ്പോഴും മനസ്സിനെ വിഷയങ്ങളിലേക്ക് ഓടിക്കുന്നത്. മനസ്സിൻ്റെ വിഷയങ്ങളിലേക്കുള്ള ഓട്ടത്തിനാണ് ഇവിടെ ഇളക്കം എന്ന് പറയുന്നത്. അപ്പോൾ കലക്കം നീങ്ങിയാൽ ഇളക്കവും നിലയ്ക്കും. കലക്കവും ഇളക്കവും ഇല്ലെങ്കിൽ ആ തടാകം നിശ്ചലമാണ്. അതുപോലെ നമ്മുടെ മനസ്സും ദുഷിച്ച ചിന്തകളെയെല്ലാം വിവേകപൂർവ്വം നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോൾ മനസ്സ് നിശ്ചലമാകും. മനസ്സിന് എവിടെയും പോകണമെന്ന് തോന്നുകയില്ല. ഈ ജീർണിച്ച ശരീരത്തെ എവിടേക്കും വലിച്ചഴച്ച് കൊണ്ടുപോവുകയുമില്ല. പലയിടത്തേക്കും ഈ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ്. അത് കെട്ടടങ്ങുന്നു. ആഗ്രഹം പോയി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് പരമശുദ്ധമായി, അതിനിളക്കവുമില്ല. അത് പരമമായ ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് തപശക്തി നേടാം. മനഃശുദ്ധി നേടാൻ
ധനശേഷി വേണ്ട, ധനം ശുദ്ധബോധം. കുറേ പണം സമ്പാദിക്കേണ്ട ആവശ്യമില്ല. ധനസിദ്ധി അല്ല നമുക്ക് വേണ്ടത്. ഈ ധനസിദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ധനം ശുദ്ധബോധം. ശുദ്ധമായ ബോധത്തെയാണ് ഇവിടെ ധനമായി ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ നേടേണ്ടത് കുറേ സമ്പത്തല്ല, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിയാണ്. മനഃശുദ്ധി, അഴുക്കില്ലാത്ത തടാകം പോലെ നമ്മുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ ഇല്ലാതാവുക. അതാണ് ഏറ്റവും വലിയ ധനം. ധനശേഷി വേണ്ട, ധനം ശുദ്ധബോധം. ധനശേഷിയൊന്നും നമ്മൾ നേടണ്ട. ഏറ്റവും വലിയ ധനം ശുദ്ധമായ ബോധമാണ്. സുഖശാന്തി തീർത്ഥം. സുഖശാന്തി തീർത്ഥം, ശാന്തിയാകുന്ന തീർത്ഥം നമുക്ക് തളിച്ച് അന്തരംഗം അതിൽ പരബ്രഹ്മലീനം ജ്വലിക്കട്ടെ മേന്മേൽ. അങ്ങനെ ഇളക്കമില്ലാത്തതും പരിശുദ്ധവുമായിരിക്കുന്ന നമ്മുടെ മനസ്സിൽ ആ പരബ്രഹ്മം പ്രതിഫലിക്കട്ടെ. ശീതള രംഗം, സുഖശാന്ത തീർത്ഥം, സുഖവും ശാന്തിയും ആകുന്ന തീർത്ഥം. നമ്മുടെ ആ തീർത്ഥം തളിച്ച് അന്തരംഗം അവിടെ പരബ്രഹ്മലീനം, ആ പരബ്രഹ്മം അതിൽ പ്രതിഫലിക്കാൻ ഇടവരട്ടെ. അത് മേൽക്കുമേൽ നമ്മളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കട്ടെ എന്നാണ് ഈ എത്ര ഘനഗാംഭീര്യമായിരിക്കുന്ന ആശയമാണ് ഈ അല്പവരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇത്തരം സുഭാഷിത രത്നങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ മനസ്സിനെയും ആത്മോന്മുഖമായി നാം തിരിക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ ശാന്തിയും നിർവൃതിയും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. തപശക്തി നേടാം, മനഃശുദ്ധി നേടാൻ ധനശേഷി വേണ്ട, ധനം ശുദ്ധബോധം. സുഖശാന്തി തീർത്ഥം തളിച്ചന്തരംഗം പരബ്രഹ്മലീനം ജ്വലിക്കട്ടെ മേന്മേൽ.